അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നിങ്ങളുടെ MDC സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ കൊല്ലത്തെ 17-ാം തീയതി വരെ നടന്നിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് സെമ്മിലേക്കുള്ള അഡ്മിഷന്റെ ഫുൾ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പേരുകൾ അതിൽ കാണാം. ആ പേരുകളുടെ ഇടതുവശത്തായിട്ട് ലെഫ്റ്റ് എൻഡിൽ ഇടത്തെ അറ്റത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപ് ID കാണാം. അതിനെ തുടർന്ന് നിങ്ങളുടെ പേര് കാണാം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വലതുവശത്തായിട്ട് അഡ്മിഷൻ നമ്പർ കാണാം. ഏറ്റവും വലത്തെ അറ്റത്ത് നിങ്ങളുടെ പെർസെൻറ്റേജ് കാണാം. പിന്നെ നിങ്ങളത് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട 5 ചോയ്സുകൾ, അതായത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്, അതായത് അറബിക് ഡിപ്പാർട്ട്മെന്റിന് പുറത്ത് ഓഫർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള MDCകളാണ് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് താഴെ നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷൻ കണ്ടെത്താൻ കഴിയും. അതങ്ങനെ 5 ഓപ്ഷൻ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഒരൊറ്റ തവണ സബ്മിറ്റ് ചെയ്യാവും. രണ്ടാമത്തെ റെസ്പോൺസ് അനുവദിക്കുന്നതല്ല, അങ്ങനെ ചെയ്യരുത്. അതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു സിമ്മിൽ നിന്ന് ഒരു റെസ്പോൺസ് പറ്റുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ ഞാനിത് നിങ്ങളുടെ വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതെങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമായി നിങ്ങളുടെ നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സ്ക്രീനിൽ ഓരോന്നും സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യാണ്. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കാണാം. നമ്മുടെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നു. ഇതാ ഇതിലാണ് ബി അറബിക് 2025-29. അപ്പോ അതില് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതിൽ നമുക്ക് ഇങ്ങനെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താ ഇത് നിങ്ങൾക്ക് കാണാം. ഇതനുസരിച്ച് ഇവിടെ നിങ്ങളുടെ ലിസ്റ്റ്, ഇതാണ് നിങ്ങളുടെ ലിസ്റ്റ്. ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ലിസ്റ്റ്, അതായത് 16-ാം തീയതി വരെയുള്ള അഡ്മിഷൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് 34 ആൾക്കാരുടെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാ 1 മുതൽ 34 വരെ പേർക്ക് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. 1 മുതൽ 34 വരെ ആൾക്കാരോട് ഇത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ ആൾ ഷബാന ഹിബ ഉദാഹരണത്തിനെടുത്താൽ അവിടെ ലെഫ്റ്റ് സൈഡിൽ ക്യാപ് ID എന്ന ടൈറ്റിൽ കീഴിൽ നിങ്ങളുടെ കൃത്യമായിട്ട് ക്യാപ് ID നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കി വെക്കാം. അതൊരു പേപ്പറിൽ എഴുതി വെക്കുക. നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് മനസ്സിലാക്കുക. ഓപ്പൺ ആണ്. അതായത് 1 മുതൽ 24 വരെയുള്ളവർ ഓപ്പണിലാണ്. ഈ തഷ്രീഫ, ഫബിദ, ഫാത്തിമ ഷിഫ, ഫാത്തിമ ജുമാന, ഈ 4 പേര് മുസ്ലിം കാറ്റഗറിയിലാണ്. പിന്നെ അത് ബാക്കി ഉള്ളവര് പിന്നെ PWD സ്പോർട്സ്. പിന്നെ ഒരാള് ഇവിടെ പിന്നെ നമുക്ക് കാണാം ETBയിലാണ് ഒരാളുടെ ഉള്ളത്. അപ്പൊ ആ കാറ്റഗറി ഫില്ല് ചെയ്യേണ്ടത് അത് ഫില്ല് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഡ്മിഷൻ നമ്പർ അതിന് തുറന്നുണ്ട്. ഓരോരുത്തരുടെയും പേരിന് നേരെയുള്ള അഡ്മിഷൻ നമ്പർ എഴുതി വെച്ചോളുക. പിന്നെ ഏറ്റവും വലത്തെ അറ്റത്ത് കാണുന്നതാണ് പെർസെൻറ്റേജ്. ആ പെർസെൻറ്റേജ് അതനുസരിച്ച് വേണം ഫില്ല് ചെയ്യാൻ. അപ്പൊ ആ പെർസെൻറ്റേജ് അത് തെറ്റാതെ ഫില്ല് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഇത് ഫില്ല് ചെയ്യുക. അപ്പൊ നമുക്ക് ആ ഗ്രൂപ്പിൽ ഫോർമാറ്റിലേക്ക് പോകാം. അപ്പോ ഇവിടെ കാണുന്ന നിങ്ങളുടെ ഗ്രൂപ്പിൽ FAUGP ഖാലിദ് സാർ വിട്ട ഫോർമാറ്റ് FAUGP 2025 MDC സെലക്ഷൻ എന്ന ടൈറ്റിൽ. അപ്പോൾ അവിടെ ഒരു ലിങ്ക് കാണാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ഫോർമാറ്റിലേക്ക് പോകും. അതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇനി ഇതാണ് കാണുന്നത്. ഇപ്പൊ ഇവിടെയാണ്, ഇതാണ് ഇനി ഫില്ല് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് ഈ സ്ക്രീനാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ ഇതാ ഇവിടെ ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നിങ്ങളുടെ മെയിൽ ID ഓരോരുത്തരുടെ ഏത് ഇതിലാണോ തുറക്കുന്നത് അവിടെ കാണാൻ കഴിയും. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ലിങ്ക് തുറന്നു വന്നു കഴിഞ്ഞാൽ ചൂസ് 5 ഡിഫറെന്റ് ഓപ്ഷൻസ് അതർ ദാൻ ദോസ് ഓഫേർഡ് ബൈ യുവർ പാരന്റ് ഡിപ്പാർട്ട്മെന്റ്. അറബി അല്ലാത്ത ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്ന 5 ഓപ്ഷനുകളാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഉദാഹരണത്തിന് ആദ്യം നിങ്ങളുടെ പേരാണ് ഫില്ല് ചെയ്യേണ്ടത്.
ഇവിടെ നെയിം ഉണ്ട്. ഞാൻ ഉദാഹരണത്തിന് എൻ്റെ പേര് കൊടുക്കാം. ഞാൻ എൻ്റെ പേര് ടൈപ്പ് ചെയ്യുന്നു. ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും അവരുടെ പേരാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ക്യാപ് ഐ ഡിയുടെ കൃത്യമായിട്ട് ക്യാപ് ഐ ഡി ആ നമ്പർ, ഒരു ഉദാഹരണത്തിന് ഞാൻ ക്യാപ് ഐ ഡി ആണ് കൊടുക്കുന്നത് 1 2 3 4 5. നിങ്ങൾക്ക് അതുപോലെ നിങ്ങളുടെ ക്യാപ് ഐ ഡി, നിങ്ങളുടെ ആപ്ലിക്കേഷൻ, നിങ്ങളുടെ പേരിന് നേരെയുള്ള ക്യാപ് ഐ ഡി ഉണ്ട്, അത് കൊടുക്കാം. അഡ്മിഷൻ നമ്പർ അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതുപോലെ ഫില്ല് ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങളുടെ മൊബൈൽ നമ്പർ, 10 നമ്പർ മൊബൈൽ നമ്പർ ഇതുപോലെ ഫില്ല് ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങളുടെ ക്ലാസ്, അത് ക്ലാസ് മുതൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ചൂസ് എന്ന സെലക്ടിന് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ, ഇപ്പം നമ്മളെല്ലാം ബി അറബിക് ഓണേഴ്സ് ആണ്, അതവിടെ ഇതാക്കുക. പിന്നെ പെർസെൻറ്റേജ്, നിങ്ങളുടെ പേരിന്റെ വലത്തേറ്റുള്ള പെർസെൻറ്റേജ് കൊടുക്കുക. ഞാൻ ഉദാഹരണത്തിന് ഞാൻ ഒരു പെർസെൻറ്റേജ് കൊടുക്കുന്നു. കാറ്റഗറി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. കാറ്റഗറി എന്ന് പറഞ്ഞാൽ എല്ലാവരും 1 മുതൽ 24 വരെയുള്ള ഒരു ജനറലാണ്. പിന്നെ അതിനുശേഷം പിന്നെ ഒരു ETB റിസർവേഷൻ, അമൃത ETBയിലാണ് കാറ്റഗറി കൊടുക്കേണ്ടത്. വേറെ എല്ലാവരും വേറെ 4 പേര്, 4 മുസ്ലിം, തഷ്രീഫ അങ്ങനെയുള്ള മുതൽ 4 പേര് മുസ്ലിം കോട്ടയിലാണ്. അപ്പോൾ ആ കാറ്റഗറി സെലക്ട് ചെയ്യണം. ഇങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏത് കോട്ടയിൽ, സ്പോർട്സ് കോട്ടയിലാണോ അഡ്മിറ്റ് ചെയ്തെന്നുള്ള ചോദ്യം. സ്പോർട്സ് കോട്ടയിലുള്ള 2 പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും നോ കൊടുക്കുക. സ്പോർട്സ് കോട്ടക്കാർ 2 പേര് മാത്രം യെസ് കൊടുക്കുക. അപ്പൊ ഈ തരത്തിൽ അത് ഫില്ല് ചെയ്തതിനു ശേഷം ഓപ്ഷൻ ഉണ്ടാവും. ഓപ്ഷൻ താഴെ ഓപ്ഷൻ 1, പിന്നെ അതാ ഓപ്ഷൻ 2, പിന്നെ അതാ ഓപ്ഷൻ 3, ഓപ്ഷൻ 4, ഓപ്ഷൻ 5. അതായത് വ്യത്യസ്തമായ 5 ഓപ്ഷനുകൾ കൊടുക്കുക. നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഓപ്ഷൻ ആദ്യം കൊടുക്കണം. അത് അറബി അല്ലാത്ത ഏറ്റവും താല്പര്യമുള്ള ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. അത് കിട്ടിയില്ലെങ്കിൽ കിട്ടേണ്ടുന്ന ഓപ്ഷൻ 2ാമത്തിൽ കൊടുക്കുക. അത് കിട്ടിയില്ലെങ്കിൽ കിട്ടേണ്ട 3ാമത്തെ കൊടുക്കുക. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് 4ാമത്തെ കൊടുക്കുക. അത് കഴിഞ്ഞ് 5ാമത്തെ കൊടുക്കുക. അപ്പൊ ഞാൻ എന്താ ഉദാഹരണത്തിന് അറബി അല്ലാത്ത 5 ഓപ്ഷൻ കൊടുക്കുകയാണ്. ഞാൻ ഉദാഹരണത്തിന് സാൻസ്ക്രിറ്റ് ഫസ്റ്റ് കൊടുത്തു. അടുത്ത് കഴിഞ്ഞ് ഞാൻ മലയാളം 2ാമത്തെ കൊടുത്തു. ഓപ്ഷൻ 3 ഇതാ ബിസിനസ് സ്റ്റാർട്ടപ്പ് 3ാമത്തെ കൊടുത്തു. ഓപ്ഷൻ 4 ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തു. ഓപ്ഷൻ 5 സെക്യൂരിറ്റി ട്രേഡിംഗ് പ്രാക്ടീസ് എക്കണോമിക്സിന്റെ ഇങ്ങനെ കൊടുത്തു. ഇങ്ങനെ 5 ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു സബ്മിറ്റ് ക്ലിക്ക് ബട്ടൺ കാണാം. അതിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോം സബ്മിറ്റ് ആയിക്കോളും. മറ്റൊരു ആവശ്യമില്ല. ഇത്രയും കാര്യം മാത്രം ചെയ്തത്. ഞാൻ പിന്നെ എൻ്റെ ഓപ്ഷൻ സബ്മിറ്റ് ചെയ്യാൻ എനിക്ക് അനുവാദം ഇല്ലാത്തതുകൊണ്ട് ഞാൻ സബ്മിറ്റ് ചെയ്തില്ല. ആ ഫോം ക്ലിയർ ചെയ്യുകയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമുക്കിതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളിത് സ്ക്രീൻ ഷെയറിംഗ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് നോക്കി കാണുക. അപ്പോൾ അതാണ് ഈ ഇതിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അസ്സലാമു അലൈക്കും.